വാരണാസിയിൽ നിന്നും ഒരു മലയാളി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്, ശ്രീ സുനിൽ. പക്ഷേ സുനിൽ, എനിക്ക് തോന്നുന്നു വാരണാസിയെ കുറിച്ച് വളരെ അത്ഭുതത്തോടു കൂടി തന്നെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു മോഡിയുടെ സ്വന്തം മണ്ഡലം, അതിനുമപ്പുറത്തേക്ക് മോഡി ദത്തെടുത്ത നയാപൂർ ഉൾപ്പെടുന്ന മേഖലകളിലൊക്കെ തന്നെ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു BJP, ഒരു പ്രത്യേകിച്ച് മോഡി ഒരു പ്രഭാവം അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് വേണോ കരുതാൻ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഒരു പൊതുവായൊരു വിലയിരുത്തലൊക്കെ എങ്ങനെയാണ് സുനിൽ? ഇവിടെ ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ BJPക്ക് സീറ്റ് കിട്ടിയിട്ടില്ല, ഒരു സീറ്റും കിട്ടാൻ സാധിച്ചിട്ടില്ല. UPയില് ലക്നൗ, അലഹബാദ്, വാരണാസി ഈ പറയുന്ന സ്ഥലത്തൊക്കെ. കാരണം ഇവിടെ അയാള് കമ്മിറ്റ്മെന്റ് ചെയ്തതൊന്നും ശരിക്കും ഫോളോ ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ പരിപ്പിനൊക്കെ 200 രൂപയൊക്കെ വില. ഇത് കാരണത്താൽ അയാൾക്ക് വോട്ടൊന്നും കിട്ടിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ പറഞ്ഞതുപോലെ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളാണോ? വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളാണോ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത്? അതെ അതെ. പിന്നെ ഈ ബീഫിന്റെ അതും ആ കാര്യങ്ങളൊക്കെ ഇപ്പോ നടന്നിരുന്നു. അതൊക്കെ ഈ ദാദ്രിയിലെ സംഭവമൊക്കെ വലിയ രീതിയിൽ അതുമുണ്ട്. അതും ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം അയാളെ ഇപ്പൊ ഇത്ര ലൈക്ക് ചെയ്യണില്ല അവിടെ. 2017 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴും ഈ ഒരു സ്ഥിതിയാകുമെന്ന രീതിയിൽ തന്നെയാണോ പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ? എന്താ പറഞ്ഞേ? 2017 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണല്ലോ. അപ്പോഴും ഈ ഒരു സാഹചര്യം തന്നെയാകുമെന്നൊരു വിലയിരുത്തലാണോ? തീർച്ചയായിട്ടും. യെസ് സുനിൽ, വാരണാസിയിൽ നിന്നും നമുക്ക് അവിടുത്തെ ഒരു പ്രാദേശികമായ ഒരു വികാരം കൂടി പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം.